സാറേ ഫോൺ വന്നു. കേറിയിരിക്കാൻ പറയടോ. സാറേ ഫോൺ ബെല്ലടിക്കണോ? ഹലോ, ഇൻസ്പെക്ടർ ബൽറാം സ്പീക്കിംഗ്. ഫോൺ അടിക്കണു. ഹലോ, പോലീസ് സ്റ്റേഷനിലെ തൃശൂർ പാലക്കാട് ഹൈവേയിൽ മണ്ണുത്തിക്ക് അടുത്ത റോഡ് കമ്പനി ഒരാൾ കൊല ചെയ്യപ്പെട്ട് കിടന്നു. എന്തായി? എന്താ സാർ, സത്യം പോലീസ് അകത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സാർ, ബോഡിയുടെ വയറ്റിൽ കുത്തിയ പാടുണ്ട്. കൂടാതെ തലയിൽ നിന്ന് ഒരുപാട് രക്തം വാർന്നു പോയിട്ടുണ്ട്. കൂടുതൽ അന്വേഷിക്കേണ്ടത് മെനക്കെടണ്ട സാർ. പണം തട്ടാനോ മറ്റോ ആരെങ്കിലും ചെയ്താവും. ഹൈവേയിൽ ദിനംപ്രതി കാണുന്ന അജ്ഞാത മൃതങ്ങളുടെ പട്ടികയിൽ ഒന്നുകൂടി, അത്ര തന്നെ. സംഭവം നടന്നിരിക്കുന്ന എന്റെ സ്റ്റേഷൻ അതിർത്തിയില്ല. എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. സോറി സാർ. താൻ ചൂടാവാതെ, ഇയാള് പറഞ്ഞാലും കാര്യമുണ്ട്. പല പല സ്റ്റേഷനുകളിൽ എത്രയോ കേസുകൾ തെളിയാതെ കിടക്കുന്നു. അങ്ങനെ ഞാനിത് വിട്ടുകളയാൻ ഉദ്ദേശിക്കുന്നില്ല സാർ. ഇവിടെ നിന്നല്ല, ഞാൻ ജോലി ചെയ്ത ഒരു സ്റ്റേഷൻ അതിർത്തിയിലും അജ്ഞാത മൃതദേഹം എന്ന പേരിൽ തെളിയിക്കപ്പെടാതെ കിടക്കുന്ന ഒരു കേസും ഉണ്ടായിട്ടില്ല. ഇവിടെയും അതുപോലെ തന്നെയായിരിക്കും. കൊല്ലപ്പെട്ട ആളുടെ ഊരും പേരും കണ്ടുപിടിച്ച് ഞാനിത് തെളിയിക്കുക തന്നെ ചെയ്യും. സമയം മെനക്കെടുത്താൽ നമുക്ക് പോവാം സാർ. എന്തായാലും എന്റെ സ്റ്റേഷൻ അതിർത്തി അല്ലല്ലോ. സക്കറിയ സാർ, വണ്ടി നടക്കട്ടെ നടക്കട്ടെ. ഇത് ബോഡിയുടെ അടിവസ്ത്രത്തിന് ഉള്ളിൽ നിന്ന് കിട്ടിയതാ. ബൽറാമേ, സർ, ഹൈവേയിൽ രാത്രി തുറന്ന് പ്രവർത്തിക്കുന്ന ചായക്കടകളോ തട്ടുകടകളോ അടുത്തുണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ഇന്നലെ അസമയത്ത് ആരെങ്കിലും വന്നിരുന്നോന്നൊന്ന് അന്വേഷിക്കണം. ഓക്കെ സാർ. ഇൻസ്പെക്ടർ ബൽറാമുള്ള അടുത്ത ചാൻസ് എത്തിക്കഴിഞ്ഞു. ഈ കൊലക്കേസ് ഞാൻ പുല്ല് പോലെ പുഷ്പം പോലെ തെളിയിക്കും. അമ്മടെ മുത്തേ, ഉമ്മ ഉമ്മ. 24 മണിക്കൂർ നടക്കാത്ത 5 സ്റ്റാർ തട്ടുകട ഇത് തന്നെ ആയിരിക്കോ? ചോദിച്ചു നോക്കാം. ഒരു ചായ. ചായ തരാം, പക്ഷെ അവിടെ നിന്നാ മതി, അകത്തേക്ക് കയറണ്ട. ഓ, ഇന്നലെ രാത്രി ഒരു 10:30 മണിയായി കാണും. ആ വെയിറ്റിംഗ് ഷെഡിൽ കിടന്നുറങ്ങുമ്പോ ഒരു ചുള്ളം പയ്യൻ വന്ന് 100 രൂപ തന്നിട്ട് പോയി. അവന് 100 ആയുസെന്ന് പറഞ്ഞും വിട്ട് ഇപ്പൊ താന്റെ അവിടെ ചത്ത് മലച്ച് കിടക്കണ്. വെറുതെ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞ് പുലിവാല് പിടിക്കുന്ന കാരണവരെ പോലീസുകാർ കേട്ടാ പിന്നെ താമസം സ്റ്റേഷനിലായിരിക്കും. അതല്ലെങ്കിലും താമസം അവിടെ തന്നെയാണല്ലോ. വേഗം ചെക്കുന്ന നോട്ട് മാറ്റിക്കോ, അല്ലെങ്കിൽ പോലീസ് വട്ടി മണം പിടിച്ച് കാരണവരുടെ അടുത്തേക്ക് വരും. അത് മാറ്റാനാ ഞാൻ ഈ ചായ തന്നെ കുടിക്കണത്. അതൊന്നും വേണ്ട, ചായയുടെ കാശ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും പാതിരാത്രിയല്ലേ അവൻ ഇവിടെ ഒറ്റയ്ക്ക് അങ്ങനെ വന്ന്? വെറുതെ ഇവിടെ ഇരുന്ന് വളുവളൂന്ന് വർത്താനം പറയേണ്ടി എനിക്ക് പാ നോക്ക്. ആ ഓമനക്കുട്ടി കേൾക്കല, അവന്റെ വണ്ടിയിലാ ചെക്കന്നല്ല വന്നത്. പോലീസുകാരറിഞ്ഞ ഓമനക്കുട്ടിന്റെ കാര്യം പോക്കാ. ഞാൻ ഈ വിവരം ആരോടും പറഞ്ഞിട്ടില്ല. ഇനി പിന്നെ ആരോടും പറയണ്ട. കിത്തനെ കരം പേട്ടി അപ്പാപ്പന് കാര്യം പിടിയിട്ടാ മക്കളെ. ലെഫ്റ്റിലോട്ട് പോട്ടെ. ലെഫ്റ്റ് അത് തെറ്റിപ്പോയി. റൈറ്റ്. അതെ അതെ, വലത്തോട്ട് ഇരുന്ന് 4ാമത്തെ വീട്. അതൊരു സിനിമയല്ലേ? അല്ല, ഇതൊരു ആക്ഷൻ സീരിയലാ. എടാ സത്യ, നിന്നെ കാണാൻ ആരോ വരുന്നുണ്ട്. ഓ, ഇവനായിരുന്നോ? എന്താ എന്താ ആരെയാള്? ഇവനാണ് ഓമനക്കുട്ടൻ, അജ്ഞാത മൃഗത്തെ കെട്ടിടത്തെത്തിച്ച കാപാലികൻ.
സത്യാണോടോ? കൈമാറ്റ അയാൾ വല്ലതും പറയട്ടെ. സോറി സാർ. എനിക്കൊന്നും അറിയില്ല സാറേ. ഞാൻ അയാൾ അവിടെ കൊണ്ടാക്കി എന്നുള്ളത് നേരെ. കൂലി വാങ്ങി ഞാൻ അപ്പൊ തന്നെ തിരികെ പോരുകയും ചെയ്തു. അയാളെ തനക്ക് ഇതിനു മുമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല, അന്ന് ഓട്ടോയിൽ കയറുമ്പോൾ അയാളെ ആദ്യം കാണുന്നത് തന്നെ. എവിടെന്നാ അയാൾ ഓട്ടോയിൽ കയറിയത്? മാർക്കറ്റ് ജംഗ്ഷനിലെ മോനീസ് ലോഡ്ജിന്റെ മുൻപിൽ നിന്നാ. ലോഡ്ജിൽ നിന്ന് അയാൾ ഇറങ്ങി വന്നത്. മോനീസ് ലോഡ്ജ്. പനാജി ബ്രാഞ്ച്, ഗോവ. സാർ ഇതിലവന്റെ അഡ്രസ് ഉണ്ട് സാർ. ഈ മരിച്ച വിമലിനെ കാണാൻ ഇതിനിടയിൽ ഇവിടെ ആരെങ്കിലും വന്നിരുന്നു? ഇല്ല സർ. സാറേ, അയാൾ ഇല്ലാത്ത നേരത്തെ ഒരാൾ ഇവിടെ അന്വേഷണം വന്നിട്ടുണ്ടായിരുന്നു. പുറത്തേക്ക് പോയെന്ന് പറഞ്ഞപ്പോ അയാൾ തിരിച്ചു പോവുകയും ചെയ്തു. പിന്നെ ഇന്നലെയും ഇയാൾ അന്വേഷിച്ച് വന്നിരുന്നു സാർ. വിമൽ റോയ് തിരിച്ചെത്തിയെന്ന് ചോദിച്ചു. അയാൾ ഇല്ലെന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് അങ്ങ് പോവുകയും ചെയ്തു. ആകെപ്പാടെ ഒരു പന്തികേടിന്റെ ഒരു മണം തോന്നി സാർ. മണം തോന്നാൻ താനെന്താ പോലീസിനായോ? അയ്യോ അതല്ല സാർ. പിന്നെ ലോഡ്ജിലേക്ക് ഒരു അയാളുടെ കയ്യിൽ 2-3 പത്രങ്ങളുണ്ടായിരുന്നു. അത് ഇവിടെ മറന്നു വെച്ചിട്ട് അയാൾ പോയത്. എന്നിട്ടാ പത്രം എവിടെ? പത്രം ഇവിടെ ഉണ്ട്, എടുക്കാം സാർ. അങ്ങനെയാണെങ്കിൽ സാറേ, ഞാൻ ഒരു പട്ടാളക്കാരന്റെ വേഷത്തിൽ ഇവിടെ റൂം എടുക്കാം. പത്രം വാങ്ങിക്കാൻ തിരികെ വരുമ്പോൾ അയാളെ പിടികൂടാലോ. വേണ്ടല്ലേ? വേണ്ട. ഈ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നോണ്ട് വല്ല പ്രശ്നം ഉണ്ടാവോ? ഇല്ലേ? വേണ്ട. ഇതാ സാർ പത്രം. സാറേ, നമ്മൾ ഏത് സിനിമയുടെ സീഡിയാ കാണാൻ പോണത്? ഇല്ല, നോക്ക്. ഇപ്പൊ തന്നെ ഈ ഫോട്ടോ പനാജി പോലീസ് സ്റ്റേഷനിലേക്ക് മെയിൽ ചെയ്യണം. യെസ് സാർ. ആഹാ, നല്ല സുന്ദര മുഖം. ഇതുപോലെ സ്കോർപ്പിയോ എന്റെ മുഖം ഒന്ന് സുന്ദരനാക്കി തരാൻ പറ്റുമോ? പിന്നെ സുന്ദരനാക്കാൻ പറ്റും, പക്ഷെ തലക്കടി കിട്ടി ചാവേണ്ടി വരും. തൊപ്പി ഇരിക്കട്ടെ, ഒരു പ്രൊട്ടക്ഷന് വേണ്ടി. മേ കമിൻ സാർ? യെസ്, ഇരിക്കേ. താങ്ക് യു സാർ. എന്തായി അന്വേഷണം? അയാള് താമസിച്ചിരുന്ന ലോഡ്ജിൽ നിന്ന് കിട്ടിയ ഒരു തുമ്പ് വെച്ച് ഗോവയിലെ പനാജി സ്റ്റേഷനെ കോൺടാക്ട് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല സാർ, ലോഡ്ജ് രജിസ്റ്ററിൽ നിന്നും കൊച്ചിയിൽ ഒരു അഡ്രസ്സും കിട്ടിയിട്ടുണ്ട്. ഇതൊരു പാഴ്വേലയാകുമെന്നാണ് എന്റെ സംശയം. പരാതിക്കാരില്ല, കൊല്ലപ്പെട്ടത് ആരാണെന്നറിയില്ല, ഇരുട്ടിൽ തപ്പുന്നത് പോലെ പോയിട്ടെന്താ കാര്യം? ഡിവൈഎസ്പി വേണുഗോപാലിന്റെയും CI മുകുന്ദന്റെയും നാവിൽ നിന്ന് വീഴുന്ന പോലുള്ള വാക്കുകൾ ഞാൻ സാറിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. ഈ പാഴ്വേലയ്ക്കും കൂടി ചേർത്താണ് സാർ ഡിപ്പാർട്ട്മെന്റ് എനിക്ക് ശമ്പളം തരുന്നത്. പരാതിക്കാരുണ്ടാവും, കൊല്ലപ്പെട്ടത് ആരാണെന്ന് അറിയുകയും ചെയ്യും. ഓക്കെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. യു ക്യാൻ പ്രൊസീഡ്. താങ്ക് യു സാർ. സാർ? യെസ്. കൊല്ലപ്പെട്ട ആളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് സാർ. സാർ, നടി സഞ്ജനയെ ചോദ്യം ചെയ്യാനുള്ള പെർമിഷൻ കൂടിയാണ് ഞാൻ വന്നത്. കുറെ പേപ്പർ കട്ടിങ്സ് അയാളുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയെന്ന് കരുതി അത് വേണോ? വേണം സാർ. കുറെ പേപ്പർ കട്ടിങ്സ് കിട്ടിയതിന്റെ പേരിൽ മാത്രമല്ല അത്. പിന്നെ പേര് മാത്രമേ വ്യത്യാസമുള്ളൂ സാർ. നടിയുടെ അതേ മേൽവിലാസാണ് മരിച്ച ആള് ലോഡ്ജിൽ കൊടുത്തിട്ടുള്ളത്. അത് ശരി. ഇത്രയുമായ സ്ഥിതിക്ക് ഞാനും സഞ്ജനയെ പോയി കാണട്ടെ സാർ? ഷുവർ, തീർച്ചയായും. പക്ഷെ ഒന്നോർക്കണം, ആദ്യ ചിത്രത്തിലെ അഭിനയത്തിന് തന്നെ ദേശീയ അവാർഡ് വാങ്ങിയ നടിയാവള്. നിന്റെ മൊരടത്തരം ഒന്നും അവിടെ ചെന്ന് കാണിക്കരുത്. കിത്തനെ കരമ്പേട്ടി സാർ. കുട്ടിക്ക് കാര്യം പിടികിട്ടിയ പോടെ. ഓക്കെ, സ്ലോലി ട്രൈ. കം കം. ഞാനൊന്നും കട്ടില്ല. പോലീസ് ജീപ്പ് പറഞ്ഞിരുന്ന അടുത്ത സീനിലേക്കല്ലേ? ഫിലിം എത്രയാ വേസ്റ്റ് ആയത്? എല്ലാരും കൂടെ ചേർന്ന് ഈ സൂപ്പർ ദിനേശിന്റെ സൂപ്പർ പ്രൊഡക്ഷനെ വെറും പാപ്പർ പ്രൊഡക്ഷൻ ആക്കരുത്. അവിടുന്ന് മാറാൻ പറയണം. ഒന്ന് മാറി നിൽക്ക്. ഈ ജൂനിയർ ആർട്ടിസ്റ്റിനെ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കയറ്റി വിട്ടത്? ഇവനെയൊക്കെ പിടിച്ച് പുറത്താക്കും. ഹലോ സാർ, ഐ എം CI സത്യനാഥൻ. എനിക്ക് നിങ്ങളുടെ നടിയോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പബ്ലിക്കായിട്ട് ഇവിടെ വെച്ചൊന്നും പറ്റൂല എന്ന് പറ.
യു ക്യാരി ഓൺ ഇൻസ്പെക്ടർ. താങ്ക് യു സാർ. ഇതാണ് കുടുംബം വെക്കുന്ന ആള് പ്രൊഡ്യൂസർ കണ്ടില്ലേ അല്പത്തരം ചെയ്തു സാർ. ഹലോ ഐ എം CI സത്യനാഥൻ. യെസ് എനിക്ക് സഞ്ജുനോട് ചില കാര്യങ്ങൾ ചോദിക്കാണ്ടായിരുന്നു. വിരോധമില്ലെങ്കിൽ ഓക്കെ. താങ്ക് യു. ഡയറക്ടർ സാറേ, സംശയം വല്ലുണ്ടെങ്കിൽ ചോദിച്ചോണേ. അങ്ങോട്ട് ഇൻസ്പെക്ടർ ബൽറാം ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഈ IB ശശി സാറിനും ദാമോദരൻ മാഷിനും ഒക്കെ ഈ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് ഞാനായിരുന്നേ. എല്ലാ ഡൗട്ടും അങ്ങനെയൊന്നുമില്ല, ഏറെക്കുറെ. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചോളൂ. ഈ 1.5 ഇഞ്ച് പൊക്കമുള്ളവരെയൊക്കെ പോലീസിൽ എടുക്കുവോ? സാറെന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? CD പ്രശ്നം. നിങ്ങളുടെ പടത്തിന്റെ വ്യാജ CD നിങ്ങൾ തന്നെ ഇറക്കുന്നു എന്ന് കേട്ടല്ലോ. സത്യമായിട്ട് ഞാൻ ആ പണി നിർത്തി സാറേ. അമ്മച്ചിയാണ് അത് സത്യം. ശരി. അപ്പൊ മുമ്പുണ്ടായിരുന്നല്ലേ? അത് പിന്നൊരു കാര്യമുണ്ട്. കഴിഞ്ഞ എന്റെ എല്ലാ പടങ്ങളും പെട്ടിക്കകത്തിരിക്കുന്നത് കൊണ്ട് നാട്ടുകാർ കാണട്ടെ എന്ന് വിചാരിച്ച് ഞാൻ CD ഇറക്കി പോയതാണ്. പക്ഷെ ഇതങ്ങനെ ചെയ്യില്ല. ഇത് കറക്റ്റ് ആയിട്ട് തിയേറ്ററിലെത്തും.